ഒടുവിൽ കേന്ദ്രമന്ത്രിയും തൃശൂരിലെ എംപിയുമായ സുരേഷ് ഗോപി പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹവുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവാദങ്ങളിൽ തൃശൂർ മണ്ഡലത്തിൽ അനധികൃതമായ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുകയും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് തൃശൂരിൽ വോട്ട് ചേർക്കുകയും വീണ്ടും അവരവരെ താമസിക്കുന്ന സ്ഥലത്തേക്ക് വോട്ടർ മാറ്റുകയും ചെയ്ത ആളുകളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരവും ലഭിച്ചില്ല. പക്ഷേ BJPയുടെ സംസ്ഥാന നേതാക്കൾ ഇന്ന് രംഗം കൊഴുപ്പിച്ചു. കെ സുരേന്ദ്രൻ പറയുന്നത് ഇങ്ങനെയുള്ള ക്രമക്കേടൊക്കെ നടക്കുമ്പോൾ ഇവിടത്തെ ഇടതുമുന്നണിയും വലതുമുന്നണിയും എന്ത് ചെയ്യുകയായിരുന്നു, അവർക്കൊക്കെ തൂങ്ങി ചത്തുകൂടെ എന്നാണ്. എന്നാൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷനെയും അല്ലെങ്കിൽ കോടതികളെയും സമീപിക്കണമെന്നാണ്. എന്നാൽ ഇവിടെ വിരോധാഭാസമായ കാര്യം എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷനാണ് ഇതിലെ മുഖ്യ കുറ്റക്കാർ എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അഥവാ ഇലക്ഷൻ കമ്മീഷന്റെ എല്ലാവിധ പിന്തുണയോടുകൂടിയാണ് ഇലക്ഷനിൽ ഇത്തരം അട്ടിമറികൾ രാജ്യവ്യാപകമായി BJP നടത്തിയിരിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ മുഖ്യ ആരോപണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതേ ഇലക്ഷൻ കമ്മീഷനിൽ പരാതിയുമായിട്ട് എങ്ങനെ പോകാനാണ് എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഭരണഘടനാ സ്ഥാപനമായി പ്രവർത്തിക്കേണ്ട ഒരു സർക്കാരിനോ അല്ലെങ്കിൽ ഒരു പാർട്ടികൾക്കോ വിധേയപ്പെട്ട് പ്രവർത്തിക്കേണ്ടതില്ലാത്ത ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പും സമ്പൂർണമായിട്ടും BJPക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ നടത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ പ്രശ്നം അവിടെയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് കോടതികളുടെ സമീപിച്ചുകൂടെ എന്നാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയോ പ്രതിപക്ഷമോ ഇതുവരെയും കോടതികളെ സമീപിച്ചിട്ടില്ല. ഇതിന് പ്രധാനപ്പെട്ട മറ്റു കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം രാജ്യത്തിന്റെ നിയമ പോരാട്ടങ്ങളിലൂടെ, നിയമത്തിന്റെ ലൂപ്പ് ഹോളിലൂടെ ഇത്തരം ക്രമവിരുദ്ധമായ കാര്യങ്ങളെ രക്ഷിച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് ഇത്തരം വ്യാജമായ കാര്യങ്ങളെ കോടതികളിൽ മറികടക്കാൻ ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്താൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ്. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ ഒരു ഇലക്ഷൻ പ്രക്രിയ പൂർണ്ണമായിട്ടും അട്ടിമറിയിലൂടെയാണ് നിലവിലുള്ള കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ള സുപ്രധാനമായ ഒരു ആരോപണമാണ്. ആ ആരോപണത്തിനുതകുന്ന തെളിവുകളാണ് കർണാടകയിലെ ബാംഗ്ലൂരിലെ BJP ജയിച്ച ഒരു മണ്ഡലത്തിലെ ആ ലോക്സഭാ മണ്ഡലത്തിലെ ഒരൊറ്റൊരു നിയമസഭാ സീറ്റിൽ മാത്രം 1,00,000 മുകളിലാണ് വ്യാജ വോട്ടുകൾ ചേർത്തിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടുള്ളവർ ഒരേ അപ്പാർട്ട്മെന്റിൽ തന്നെ, ഒരേ നമ്പറിൽ തന്നെ 50ഉം 55ഉം വോട്ടുകളാണ് യഥാർത്ഥത്തിൽ ചേർത്തിരിക്കുന്നത്. അതിനുശേഷം വാരണാസിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം VT ബൽറാം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അവിടെയുള്ള പ്രശ്നം, ഒരു സ്ത്രീക്ക് അവർക്ക് 73 മക്കളായിട്ടാണ് ആ വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ ഇത്രയും ക്രമവിരുദ്ധമായ കാര്യങ്ങളാണ്. ഇന്ന് ബീഹാറിൽ നിന്നുള്ള വാർത്ത, അവിടെ ഒരു സ്പെസിഫിക് ആയ ഒരു വോട്ടർ പട്ടികയിൽ ഒരാൾക്ക് തന്നെ 50 വോട്ടുള്ള ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. ഇങ്ങനെ വളരെ വലിയ രീതിയിലുള്ള, വളരെ ആസൂത്രിതമായി നടക്കുന്ന ക്രമക്കേടുകളാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രമവിരുദ്ധമായ കാര്യങ്ങൾ കോടതികളിൽ തെളിയിക്കുക എന്നുള്ളത് വളരെ വലിയ ടാസ്കാണ്. അതൊന്നും എളുപ്പത്തിൽ സാധിക്കില്ല. ഇതിന് നിയമ പോരാട്ടങ്ങൾക്ക് വർഷങ്ങൾ തന്നെ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഭരണകൂടം, ഇന്ത്യയിലെ സർക്കാർ ക്രമവിരുദ്ധമായി അല്ലെങ്കിൽ വോട്ട് കട്ട് മോഷ്ടിച്ചുകൊണ്ടാണ് അധികാരത്തിലേറിയിരിക്കുന്നത് എന്നുള്ള കാര്യം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അത് പൊതുസമൂഹത്തിന് മുന്നിൽ അറിയിക്കുകയും അതോടുകൂടി പൊതു പിന്തുണ നേടിയെടുത്തുകൊണ്ടുള്ള ഒരു ജനകീയമായ പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും ആവശ്യപ്പെടുന്നുള്ളതും ആഗ്രഹിക്കുന്നുള്ളതും. മറ്റത് വളരെ 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 ഗുരുതരമായ സാഹചര്യമാണ്, അല്ലെങ്കിൽ വളരെ പണിയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് കോടതികളിൽ അടുത്ത കാലത്തായി ഉണ്ടാകുന്ന ചില നിലപാടുകൾ, ആ നിലപാടുകൾ കൂടി രാഹുൽ ഗാന്ധിയെയും ഇത്തരത്തിൽ പിന്തിരിപ്പിക്കാൻ കാരണമായിട്ടുണ്ടാകും. ഓരോ വിഷയത്തിലും ഇപ്പോൾ കോടതികളിൽ കയറിയിറങ്ങിയാൽ, ഇന്ത്യൻ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിൽ കോടതികളിൽ കയറിയിറങ്ങിയാൽ ഇപ്പോൾ ആധാർ പൗരത്വ രേഖയല്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതല്ലാതെ തന്നെ വോട്ടർ പട്ടികയും
വോട്ടർ ഇലക്ഷൻ ID കാർഡും നിങ്ങളുടെ പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല. അതുകൂടാതെ തന്നെ റേഷൻ കാർഡും നിങ്ങളുടെ പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല. വിവിധ നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല എന്നുള്ള രീതിയിലുള്ള നിരീക്ഷണങ്ങളാണ് കോടതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഭരിക്കുന്ന പാർട്ടികൾക്ക് മാത്രം പൗരത്വം കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം പോലും സംജാതമാകുമോ എന്നുള്ള ചോദ്യമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. ഏതായാലും രാജ്യത്തെ ഏറ്റവും നിർണായകമായ ഒരു സമയത്താണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ്. ഇതിന്റെ അലയൊലികൾ രാജ്യവ്യാപകമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.